ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2-ൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിന്നറാണെങ്കിൽ ടോണിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ബേബി ആണെങ്കിൽ സ്പീഡിനാണ് വണ്ടി ഓടിച്ച് പോയത്, എനിക്ക് അവനെ പുറകെ ഫോളോ ചെയ്ത് ചാർലീനെയും വില്ലിനെയും കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് ചാർലീനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ബേബയും ഡീനും അലനും എല്ലാവരും തന്നെ റേസിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്തിട്ട് അതുപോലെ അവർ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. എന്നാൽ എൻഡിൽ ഡീൻ ഇരിക്കുന്ന അവൻ്റെ കാറ് ഒന്ന് പൊട്ടിത്തെറിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ചാർലീനെയും വില്ലിനെയും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ എക്സ്ക്യൂസാണ് വിന്നർ ഇപ്പോൾ ടോണിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോണി അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതിനെ വച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അവരുടെ റൂഫ് ടോപ്പിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ടോണിയാണെങ്കിൽ ഇവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അവിടെ നിന്ന് തള്ളിയിടാൻ കണക്കിന് സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. പേടിച്ചിട്ട് പെട്ടെന്ന് വിന്നർ പറയുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ ചാൻസ് കൊടുത്താൽ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, ഇനി ഞാൻ കാര്യങ്ങളെല്ലാം നേരെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ടോണി പറയുന്നുണ്ട്, ശരി, നിനക്ക് ഞാൻ ഒരൊറ്റ ചാൻസും കൂടെ തരാം, നീയാണെങ്കിൽ ഇനി മര്യാദയ്ക്ക് വില്ലിനെയും ചാർലിനെയും എൻ്റെ അടുത്തേക്ക് കൊണ്ട് എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ബേബയാണ്. ബേബയാണെങ്കിൽ ആ റേസിൻ്റെ ഇടയിൽ വില്ലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വില്ലിനെയും കൊണ്ട് വില്ലിയുടെ റേസിംഗ് കാറിലായിരുന്നു ബേബെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ നേരെ ചാർലിനെ വില്ലി എവിടെയാണ് പിടിച്ചു വെച്ചേക്കുന്നത് അങ്ങോട്ടാണ് എത്തുന്നത്. അവിടെ എത്തിയുണ്ടെങ്കിൽ തന്നെ വില്ലിനെയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ചാർലിനെ വില്ലി കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്തേക്ക് ബേബെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ബേബയാണെങ്കിൽ വില്ലിയുടെ അടുത്ത് മര്യാദയ്ക്ക് ചാർലിനെ അഴിച്ചുവിടാനുള്ള താക്കോല് തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചാർലി അപ്പോഴും നിനക്ക് പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അവൻ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബേബയാണെങ്കിൽ വില്ലിനെ പിടിച്ച് ചേർത്തിട്ട് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു താക്കോല് കിട്ടുന്നുണ്ട്. ചാർലിയെ കെട്ടഴിച്ച് കൊടുക്കുന്നുണ്ട്. ചാർലി ഇപ്പോൾ പറയുന്നുണ്ട്, വില്ലിയുടെ ദേഹത്ത് ടോണിയാണെങ്കിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് വില്ലി എവിടെയാണ് നിൽക്കുന്നത്, അവൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അയാൾക്ക് പറ്റുമെന്ന്. ബേബെ അപ്പോൾ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒന്നായി തന്നെ ഇങ്ങോട്ടേക്ക് ടോണി വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന്. വില്ലിയ ടൈമിന് ആ പൊക്കോ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെന്തായാലും ടോണിയുടെ അടിമയായിട്ടല്ലേ ഉള്ളത്, അതുകൊണ്ട് മരിക്കുന്നതാണ് ഭേദമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ബേബയാണെങ്കിൽ അത്ര എളുപ്പത്തിൽ നിന്നെ മരിക്കാനായിട്ട് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് തന്നെയാണ് പോകുന്നത്. വില്ലീനെ നേരെ പീറ്റിൻ്റെ ലാബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ക്രിസ് ആണെങ്കിൽ വില്ലിയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ചിപ്പാണെങ്കിൽ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അടുത്ത് പിന്നീട് അലൻ്റെ ഗ്യാരേജ് കാണിക്കുമ്പോൾ ഡെയിനിൻ്റെ വണ്ടിയാണെങ്കിൽ പൊട്ടിത്തെറിച്ച കാര്യവും എല്ലാവരും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് അന്വേഷിക്കുന്ന ടൈമിന് അവിടെ ആ ഒരു കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡീനിൻ്റെ ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലനാണെങ്കിൽ പോലീസുകാരായിട്ട് സംസാരിക്കുന്നുണ്ട് ഫോൺ വഴി, അതായത് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ബോഡി കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കോൾ കട്ടിയുമ്പോൾ ജെഫ് അലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അഥവാ ഇനിയിപ്പോൾ ഡീനിൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും അവൻ്റെ മരണാനന്തര ചടങ്ങുകൾ നമുക്ക് ചെയ്യാമെന്ന്. എന്നാൽ അലനാണെങ്കിൽ അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ജീവനോടെ ഉണ്ടെന്നാണ്, അവൻ മരിച്ചെന്ന് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല. ഡീന് ജീവനോടെ ഉണ്ടെന്ന് തന്നെ അലൻ പറയാണ്. ആ ടൈമിൽ ജെഫ് പറയുന്നുണ്ട്, ഒരുപക്ഷെ കേസ് ആവാതിരിക്കാനായിട്ട് ടോണിയുടെ ആൾക്കാർ തന്നെ അവൻ്റെ ബോഡി എടുത്ത് മറച്ചതായിരിക്കും, അവൻ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അലന് ദേഷ്യം വരുന്നുണ്ട്. അലനാണെങ്കിൽ മാറി നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ചാർലി ആണെങ്കിൽ, എന്നെ വില്ലി പിടിച്ചുകൊണ്ടുപോയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്, അത് കാരണമല്ലേ ഡീൻ ഇത്ര അപകടം പറ്റിയത്, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അലനാണെങ്കിൽ ഡീനിനെ കുറിച്ച് ഓർത്ത് കരയാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ബേബി അലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോണിക്ക് അവൻ്റെ പാരീസിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴൊന്നും തിരിച്ചു വരുന്നില്ല, ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോൾ കെട്ടിയാണ്. ആ ടൈമിൽ നോർത്ത് വന്നിട്ട്, എന്താ നീ തിരിച്ചു പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ തിരിച്ച് ചെല്ലുന്നില്ല എന്ന് വിളിച്ച് പറയുകയായിരുന്നു, എന്തായാലും ഡീനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സോണിക്കവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ നോർത്ത് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. സോണിക്കപ്പോൾ, ഞാനാണെങ്കിൽ ഡീനെ തെറ്റിദ്ധരിച്ചു, അവൻ്റെ അടുത്ത് ഞാൻ എൻ്റെ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു, അവനാണെങ്കിൽ ഞാൻ പറയുന്ന കേട്ടിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും അവനിങ്ങനെ ഒരു അപകടം പറ്റിയത്, ഞാൻ കാരണമാണ് അവനിപ്പോൾ മരിച്ചു പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് പറയുമ്പോൾ സോണിക്ക്, ഇല്ല ഞാൻ കാരണം തന്നെയാണ്, ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കാനൊന്നും പാടില്ലായിരുന്നു, ഞാൻ ഒരാൾ കാരണമായിരിക്കും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സ്വയം പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്തത്, എന്നാൽ ഇപ്പോൾ അവൻ എന്താ പറ്റിയെന്ന് പോലും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സോണിക്ക് കരഞ്ഞു തുടങ്ങുമ്പോൾ നോർത്താണെങ്കിൽ സോണിക്കിനെ ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ച ശേഷം അവർ കിസ് ചെയ്യുകയാണ്. ഇതാണ് അവരുടെ ഫസ്റ്റ് കിസ്. നോർത്താണെങ്കിൽ കിസ് ചെയ്യുമ്പോൾ സോണിക്ക് തടയുന്നില്ല, തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ടോണീനെയാണ്. ഇപ്പം ഡീന് ടോണിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഡീൻ ഇപ്പോൾ കോമയിലാണ് ഉള്ളത്, എന്നാലും ഡീനിന് ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തിട്ട് അവനെ ജീവനോടെ തന്നെ അവർ നിർത്തുന്നുണ്ട്. വിന്നർ പറയുന്നുണ്ട്, അവൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷനൊക്കെ മാറി, എന്നാൽ ഡീൻ ഇപ്പോഴും കോമയിൽ തന്നെയാണെന്ന് പറയുമ്പോൾ ടോണി പറയുന്നുണ്ട്, ആ കുഴപ്പമില്ല, അവനെക്കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, എന്നാലും അവൻ ജീവനോടെ ഉണ്ടല്ലോ അത് മതി എന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ബേബിയുടെ വീടാണ്. അവിടെ ഇപ്പോൾ ചാർലിയും ബേബിയും നിൽക്കുന്ന ടൈമിന് അന്ന് ചാർലിയും ബേബിയും തമ്മിൽ വില്ലിയുടെ കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ചാർലി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തതാണ്. നമ്മുടെ ബേബിയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്ത മോതിരം അവൻ ഊരി വയ്ക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ചാർലി ആണെങ്കിൽ ആ മോതിരം തിരിച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ അതിനെ തെറ്റിദ്ധരിച്ചു, ഐ എം സോറി, ഈ മോതിരം തിരിച്ചിടാനായിട്ട് ഞാൻ തയ്യാറാണ്, നിനക്ക് ഇനിയും എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ കയ്യിൽ ഇട്ട് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ബേബിയാണെങ്കിൽ
സന്തോഷത്തോടെ തന്നെ ആ മോതിരം ചാർലിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാർലി പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ ഈ മോതിരം അഴിച്ചു മാറ്റത്തില്ല എന്ന്. ആട്ടേനും ബേബയാണെങ്കിൽ അവനെ കിസ് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ചാർലി ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ബേബയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചാർലി അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ബേബയാണെങ്കിൽ അത് വേണ്ട, എനിക്ക് നിന്നെ കെയർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും കാലം സമയം കിട്ടാതെ പോയതുകൊണ്ട് എപ്പോഴും നീ എന്നെ അടിപൊളിയായിട്ട് നോക്കിയല്ലേ, ഇനി ഉറപ്പായിട്ടും നിന്നെ ഞാൻ നല്ല സൂപ്പറായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ചാർലി ആണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കഴിയുമ്പോൾ ഒരു ട്രിപ്പ് പോയാലോ, അതായത് ഈ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ടോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കഴിയുമ്പോഴൊക്കെ നമുക്കൊരു ട്രിപ്പ് പോയി അടിച്ചു പൊളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ബേബയാണെങ്കിൽ നീ ഒരു ഹണിമൂണാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ട് ആലോചിച്ചിട്ടില്ല, എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്ന കാര്യം എങ്ങനെയെങ്കിലും നമ്മുടെ പവർ നശിപ്പിക്കുന്ന ആ ഒരു മരുന്ന് കണ്ടുപിടിക്കണം, പിന്നെ എങ്ങനെയെങ്കിലും ടോണിനെ നശിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ടോണിക്ക് എന്ത് പവറാണുള്ളത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. അയാൾക്ക് മരിക്കാൻ പറ്റാത്ത അത്രയും കണക്കിന് എന്തെങ്കിലും പവർ ഉണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചാർലിയാണെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് മരണമേ ഇല്ല എന്നൊരു രീതിയിലുള്ള പവർ ആണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബേബി അപ്പോൾ എത്ര വലിയ പവറാണെങ്കിലും ഒരു മനുഷ്യൻ മരിക്കാതിരിക്കത്തൊന്നുമില്ല എന്ന് തിരിച്ച് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് നോർത്തിനെ സോണിക്കിനെയാണ്. കഴിഞ്ഞ ദിവസം അവർ കിസ് ചെയ്തുകൊണ്ട് തന്നെ നോർത്ത് ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് സോണിക്കിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നോർത്ത് പതുങ്ങി പതുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ സോണിക്ക് തന്നെ എന്താ കാര്യം ചോദിക്കുകയാണ്. നോർത്ത് അപ്പോൾ അത് പിന്നെ ഇന്നലെ നമ്മൾ കിസ് ചെയ്തില്ലേ, അപ്പോൾ ഇനി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ടൈമിന് സോണിക്ക് പറയുന്നുണ്ട് എനിക്ക് മുമ്പ് നിന്നെ നല്ല ഇഷ്ടമായിരുന്നു, പക്ഷേ നമ്മൾ തമ്മിൽ കാര്യങ്ങൾ എന്താവുമെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല, നീയും ഒന്നും പറയാൻ നിന്നില്ല, അപ്പോൾ നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എബ്രോഡ് പഠിക്കാനായിട്ട് പോയത്, ഇതിനെക്കുറിച്ച് മറക്കാനും തീരുമാനിച്ചത്. എന്നാൽ തിരിച്ചിങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്, ഇനിയിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. നോർത്തപ്പോൾ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സോണിക്കൊന്ന് ഷോക്കായിട്ട് നീ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്, നിൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് ഈ ജന്മത്തിൽ ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. സോണിക്ക് തിരിച്ച് എസ് പറയുന്നുണ്ട്. അങ്ങനെ സോണിക്കാണെങ്കിൽ നോർത്തിൻ്റെ കവളിലൊരു കിസ് കൊടുക്കുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ ഇനി നീ തിരിച്ച് എബ്രോഡ് പഠിക്കാനായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോണിക്കാണെങ്കിൽ ഞാൻ പോവും, പൈസ കൊടുത്തല്ലേ, പൈസ കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല, പഠിച്ചിട്ട് തിരിച്ചു വരുന്നവരെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടോണീനെയാണ്. ടോണി ഇപ്പോൾ മുമ്പത്തെ കുറേ, അതായത് ബേബി തൻ്റെ മകനായിട്ടിരിക്കുമ്പോൾ അവരൊരുമിച്ച് വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത് ക്രിസിനെയും പീറ്റിനെയും കാണിക്കുമ്പോൾ ക്രിസ് ഇപ്പോൾ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പീറ്റ് അവന് കുടിക്കാനായിട്ട് കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് ബേബിയും ചാർലിയും അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നത്. ചാർലി ആണെങ്കിൽ വന്നിട്ട് ക്രിസിനോട് പറയുന്നുണ്ട് എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, നമ്മളെന്തായാലും ഇപ്പോൾ വില്ലീനെ പിടിച്ചുകൊണ്ടെന്നില്ലേ, വില്ലിയാണെങ്കിൽ ഓൺ ചെയ്ത എക്സ്പെരിമെൻറ്റിലൂടെ സക്സസ് ആയി പവർ കിട്ടിയൊരു പയ്യനുമാണ്, അപ്പോൾ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് വില്ലിയുടെ ബ്ലഡോ സെൽസോ വല്ല എടുത്താലോ മേ ബി വർക്കാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്രിസ് അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ വില്ലീനെ അങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നാൽ വില്ലിയാണെങ്കിൽ എൻ്റെ ബ്ലഡ് എടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം ചാർലി ആണെങ്കിൽ അതിന് നിൻ്റെ അടുത്തായിട്ട് സമ്മതം ചോദിച്ചു, ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും എടുക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എങ്ങനെയാണ് ഇപ്പോഴും ടോൺ ജീവനോട് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. വില്ലി അപ്പോൾ ഞാനെന്തിനു പറഞ്ഞു തരണം, നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിശാലികളല്ലേ, സ്വയം കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈം കൊണ്ട് ക്രിസ് ആണെങ്കിൽ അവൻ്റെ ദേഹത്തുനിന്ന് ബ്ലഡും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അലനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണ്. ആ ടൈം ജെഫ് കോൾ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നില്ലേ, ഒത്തിരി നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ട, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈം അലനാണെങ്കിൽ ഡീനിൻ്റെ എല്ലാ കാര്യമായിരിക്കും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവനെ മീറ്റ് ചെയ്യാനായിട്ട് വിന്നർ അങ്ങോട്ടേക്ക് വരുന്നത്. വിന്നറിനെ കാണുന്നതും എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. വിന്നർ അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഡീലിനെ പറ്റി സംസാരിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ഡീലും കേൾക്കണ്ട, ഞാനതിൽ സമ്മതിക്കത്തുമില്ല, എനിക്കൊരു താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈം വിന്നർ ഞാൻ ആദ്യം പറയുന്നത് നീ ഒന്ന് കേൾക്കെന്ന് പറഞ്ഞിട്ട് ഡീനാണെങ്കിൽ കോമയിൽ കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ടൈം അലനാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈം വിന്നർ ഞാനെന്തിനും അങ്ങനെ ചെയ്യണം, നീ ഫസ്റ്റ് ഡീലിന് സമ്മതിക്കുക, എങ്കിൽ ഞാൻ ഇവനെ നിനക്ക് തിരിച്ചു തരാം, നീയാണെങ്കിൽ എനിക്ക് ഉടനെ തന്നെ ചാർലിയുടെ ബ്ലഡ് കൊണ്ട് തരണം, എങ്കിൽ ഞാനാണെങ്കിൽ ഡീലിനെ നിനക്ക് തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ചാർലിയുടെ ബ്ലഡ് നിനക്കെന്തിനാന്ന് അലൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ടോണിയുടെ എക്സ്പെരിമെൻറ്റിൽ ടോണിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ടോണിയുടെ എക്സ്പെരിമെൻറ്റ് മൊത്തത്തിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ടോണി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ആരെയും ശല്യം ചെയ്യാൻ വരത്തില്ല എന്ന്, അതുകൊണ്ട് നീ എന്നെ എന്ത് വേണമെന്ന് ആലോചിക്കാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത ദിവസം അലനാണെങ്കിൽ രാവിലെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജെഫിൻ്റെ അടുത്ത് അവൻ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അന്ന് അലനാണെങ്കിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ജെഫ് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാനും പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അലനപ്പോൾ ഇല്ല കുഴപ്പമില്ല, എൻ്റെ സർജറിയിൽ നിന്ന് നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഇന്ന് ഞാൻ തന്നെ പൊക്കോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കാനും ജെഫ് പറയുന്നുണ്ട്.
അലൻ ഓക്കെ എന്ന് പറയാണ്. എന്നാൽ അലൻ്റെ മനസ്സിൽ ഇതിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, താൻ ടോണീനെ കാണാൻ പോകണോ, ആ ഡീല് സമ്മതിക്കണോ, അതൊക്കെ തന്നെയായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലോട്ടല്ല പോയത്, ടോണീനെ മീറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. ചെന്ന് മീറ്റ് ചെയ്യുമ്പോൾ ടോണിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആ ഡീലിന് സമ്മതിക്കാം, പക്ഷേ നിങ്ങൾ എനിക്കൊരു കാര്യം തിരിച്ച് ചെയ്ത് തരണം. ഞാനാണെങ്കിൽ ചാർലിയുടെ ബ്ലഡ് നിങ്ങൾക്ക് കൊണ്ടുവരും, പക്ഷേ പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് വഴി എനിക്ക് ഒരു പവർ തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആട്ടേന് ടോണി ചിരിച്ചിട്ട്, ആഹാ നീ തന്നെ എൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഒരു ഇരയാകാനായിട്ട് നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഇരയാകാനായിട്ടല്ല, എനിക്കാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആകണം, അതുകൊണ്ട് എക്സ്പെരിമെൻറ്റ് വഴി നിങ്ങൾ പവർ തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ടോണി അപ്പോൾ ഓക്കെ അത് സെറ്റാക്കി തരാം, പക്ഷേ കിട്ടിയതിന് ശേഷം ലാസ്റ്റ് ചാർലിയുടെ ബ്ലഡ് കൊണ്ട് തന്നില്ലെങ്കിൽ കാര്യം വഴിമാറും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജെഫിനെയാണ്. ജെഫ് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അലനെതിരെയായിട്ട് തന്നെ വിളിക്കാത്തതുകൊണ്ട് തന്നെ ജെഫ് അലനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, എന്നാൽ കോൾ എടുക്കുന്നില്ല. അലനെ കാണിക്കുമ്പോഴാണെങ്കിൽ അവനെയാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അടുത്ത് ചാർലിനെ കാണിക്കുമ്പോൾ ചാർലി ഇപ്പോൾ ബേബിയോട് അവരുടെ കാർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചാർലിയുടെ പവർ വെച്ചിട്ട് അവന് ഒരു ഫ്യൂച്ചർ കാണാൻ പറ്റുന്നത്. അത് ഇതേ സെയിം കാര്യമായിരുന്നു. അതായത് ടോണിയാണെങ്കിൽ അയാളുടെ ആ ഒരു എക്സ്പെരിമെൻറ്റ് വഴി അലന് പവർ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ചാർലിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ട് ബേബിയാണെങ്കിൽ എന്ത് പറ്റിയും ചോദിച്ചിട്ട് ചാർലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചാർലി അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് പവറുള്ള മറ്റൊരാളെയും കൂടെ ടോണി എക്സ്പെരിമെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും അലനെ കാണിക്കുമ്പോൾ ആ ഒരു പവർ കിട്ടി കഴിയുമ്പോൾ അലൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വിന്നർ പോയിട്ട് അവൻ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണീക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ആ ഒരു കെട്ടെല്ലാം തന്നെ അവൻ അഴിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അടിച്ചിടുന്നുണ്ട്. അവൻ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പവറാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം തന്നെ ടോണി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. അത് വെച്ചിട്ട് ഇവരെല്ലാവരെയും ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അത് വെച്ചിട്ട് അയാൾ അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അലന് ഷോക്ക് അടിക്കുന്നുണ്ട്. അവൻ്റെ ബോധം പോകുന്നുണ്ട്. അങ്ങനെ വിന്നറാണെങ്കിൽ എന്നിട്ട് ടോണിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, വില്ലിക്ക് പവർ ഉള്ളതിനേക്കാൾ നല്ലൊരു അടിപൊളി പവർ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം തന്നെ അലന് നല്ല സൂപ്പർ പവറാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അലനെ ആണെങ്കിൽ ഒരു വീൽ ചെയറിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അലനാണെങ്കിൽ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ടോണി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ്, അത്ര എളുപ്പത്തിൽ എസ്കേപ്പ് ആവാനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ പുറകിൽ ഒരു ചിപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നിന്നെ ഞാൻ അത്ര എളുപ്പത്തിൽ വിടുമെന്നാണോ വിചാരിച്ചത്? ഇനിയിപ്പോൾ വില്ലിയുടെ ദേഹത്തുനിന്ന് ആ ചിപ്പ് ഇളക്കി കളഞ്ഞ പോലെ നിൻ്റെ ദേഹത്തുനിന്ന് ഇളക്കി കളയാമെന്ന് വിചാരിക്കേണ്ട, അത്ര എളുപ്പത്തിൽ നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് ജെഫിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അലൻ വീട്ടിൽ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ കണക്കിന് എല്ലാം റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് അവൻ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വരുന്നത്. നേഴ്സ് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നായിരുന്നു അലൻ്റെ അപ്പോയിൻമെൻറ്റ്, ഇതുവരെയായിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് വന്നിട്ടില്ല, നിങ്ങൾക്ക് ഇനി എന്നാണ് മീറ്റ് ചെയ്യാൻ താല്പര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിനെ ഞാൻ അലൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തിരിച്ച് വിളിക്കാൻ പറയാൻ കോൾ കട്ടിയുന്നുണ്ട്. എന്നിട്ട് അവൻ അലനെ കോൾ ചെയ്യാണ്, എന്ന് എടുക്കുന്നില്ല. അങ്ങനെ പിന്നീട് എല്ലാവരും ഈ കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലൻ ഇത് എവിടെ പോയതാണ് എന്ന് ഓർത്തിട്ട് അവരെല്ലാവരും ടെൻഷനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അലൻ കയറി വരുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും സമാധാനമാവുന്നുണ്ട്. ജെഫ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു എന്ന്. ആ സമയം അലൻ, ഞാൻ ഡോക്ടറിനെ കാണാനായിട്ട് പോയതാ, ഇതാ പ്രിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ജെഫ്, പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിനെ വിളിച്ചായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അലനാണെങ്കിൽ, ഞാൻ വേറൊരു ഡോക്ടറിനെയാണ് കാണാൻ പോയത്, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു ഒരു ചൈനീസ് ട്രീറ്റ്മെൻറ്റ് ആണ്, അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടാണ് പോയത്, ചിലപ്പോൾ എനിക്കിനി സർജറിയുടെ ആവശ്യം വരത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ആ ഒരു പവർ കിട്ടിയത് കൊണ്ടാണ്, കാരണം ആളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, എന്നാൽ അവനെ തുറന്നു പറയാൻ പറ്റത്തില്ല. ആ ടൈമിന് ജെഫാണെങ്കിൽ ഞങ്ങളെല്ലാവരും പേടിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ കിം അവിടെ ഉണ്ടായിരുന്നു. അവൻ എന്തോ കണ്ടു എന്ന് തോന്നുന്നു, അവൻ എന്തൊക്കെയോ സംശയമൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ വില്ലീനെ പറ്റിയിട്ട് പീറ്റാണെങ്കിൽ ചാർലിയുടെ അടുത്തും ബേബിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതാണ്. പീറ്റ് പറയുന്നുണ്ട്, വില്ലീനെ ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ സെൽസ് ഒന്നും നോർമൽ ആയിരുന്നില്ല എന്ന്. ചാർലി അപ്പോൾ അവൻ്റെ ദേഹത്ത് മരുന്ന് കുത്തിവെച്ചത് കൊണ്ടാണോ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ ആവാനാണ് ചാൻസ് എന്നിങ്ങനെ തിരിച്ച് പീറ്റ് പറയുന്നുണ്ട്. എന്നിട്ട് പീറ്റ് വീണ്ടും പറയുന്നുണ്ട്, എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്ത് വേറെ ആരെങ്കിലും നമുക്ക് വിളിച്ചിട്ട് അതിനെപ്പറ്റി ചോദിക്കേണ്ടി വരും, നമുക്ക് ആ മരുന്നിനെ പറ്റി കൂടുതൽ അറിഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കേട്ടോണ്ട് തന്നെ അലൻ അവിടെ ഇരിക്കുന്നുണ്ട്, എന്നാൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആ ടൈമിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അലൻ അവിടെ നിന്ന് വരുന്നതിന് മുമ്പേ തന്നെ അവൻ ഡോക്ടറിനെയാണ് മീറ്റ് ചെയ്യാൻ പോയത് എന്നിങ്ങനെ ബാക്കിയുള്ളവർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കണക്കിന് അവന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ടോണി തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ടോണി അത് അവൻ്റെ കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ട് പറഞ്ഞ ഡീലിന് പാലിക്കണം, ചാർലിയുടെ ബ്ലഡ് നീ എനിക്ക് കൊണ്ടുവരണം എന്നും പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഇപ്പോൾ അലനാണെങ്കിൽ ആലോചിക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.